أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഹംറാവുൽ അസദ് യുദ്ധത്തിൻ്റെ കാരണവും അതിൻ്റെ പശ്ചാത്തലവും കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ശത്രുക്കൾ ഉഹദ് യുദ്ധത്തിന് ശേഷം വഴിയിൽ നിന്ന് തന്നെ തിരിച്ചു വന്ന് മദീനയെ ആക്രമിക്കുമെന്ന ഗൂഢാലോചനയെ സംബന്ധിച്ച് അറിവ് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂബക്കറിനെയും ഹദ്രത്ത് ഉമറിനെയും വിളിപ്പിച്ച് മുസ്നി സഹാബി അറിയിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, യാ റസൂലല്ലാ, ശത്രുക്കളുടെ അടുത്തേക്ക് നീങ്ങാം. അങ്ങനെയായാൽ അവർ നമ്മുടെ കുട്ടികളെ ആക്രമിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരത്തിന് ശേഷം ആളുകളെ വിളിപ്പിച്ചു. എന്നിട്ട് ഹസ്രത്ത് ബിലാലിനോട് കഴിഞ്ഞ ദിവസം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രം കൂടെ പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിക്കുന്നതായി വിളംബരപ്പെടുത്താൻ പറഞ്ഞു. ഇസ്ലാമിക പതാകയെയും മദീനയിൽ പ്രതിനിധിയെ നിശ്ചയിച്ചതിനെയും സംബന്ധിച്ച് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ദിവസം തന്നെ കെട്ടിവെച്ചിരുന്ന തൻ്റെ പതാക വരുത്തിച്ചു. അത് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രസ്തുത പതാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അലിക്ക് നൽകി. മറ്റൊരിടത്ത് ഹദ്രത്ത് അബൂബക്കറിനാണ് കൊടുത്തതെന്നും എഴുതിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഹദ്രത്ത് ഇബ്നു ഉമ്മ മക്തൂമിനെ മദീനയിൽ തൻ്റെ പ്രതിനിധിയായി നിശ്ചയിക്കുകയും ചെയ്തു. ചരിത്രകാരന്മാർ എഴുതുന്നു, ശത്രുക്കളെ പിന്തുടരാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തീരുമാനം വളരെ ബുദ്ധിപരമായിരുന്നു. വിശദീകരണത്തിൽ പറയുന്നു, മുനാഫിക്കീങ്ങളുടെ പക്കൽ ഉഹദ് യുദ്ധത്തിൽ 70 പേരുടെ ജീവഹാനിക്ക് ശേഷം അടുത്ത ദിവസം തന്നെ ശത്രുക്കളെ പിന്തുടരാൻ കൂടുതൽ ആളുകളില്ലാതെ പോകുന്നത് മുനാഫിക്കീങ്ങളുടെ വീക്ഷണത്തിൽ ഏറെ ഭയങ്കരമായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തീരുമാനം വളരെയധികം ബുദ്ധിപരമായിരുന്നുവെന്ന് തെളിയിക്കുകയുണ്ടായി. അത് മുഖേന മുസ്ലിങ്ങൾക്ക് നിരവധി പ്രയോജനങ്ങൾ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവനും യുദ്ധം മുഖേനയുണ്ടായ അവസ്ഥകളെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടാണ് കഴിച്ചുകൂട്ടിയത്. ഉഹദിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന മുശ്രിക്കീങ്ങൾ യുദ്ധമൈതാനത്ത് തങ്ങൾ ശക്തരായിരുന്നിട്ടും പ്രയോജനമൊന്നും എടുത്തില്ലെന്ന് ചിന്തിച്ചാൽ അവർക്ക് തീർച്ചയായും ലജ്ജയുണ്ടാകുമെന്നും അവർ വഴിയിൽ നിന്ന് തന്നെ തിരിച്ചു വന്ന് മദീനയെ ആക്രമിക്കുകയും ചെയ്തേക്കാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സമുചിതമായ യുദ്ധമുറ അവലംബിച്ചുകൊണ്ട് ശത്രുക്കളെ പിന്തുടരാൻ തീരുമാനിച്ചു. ഈ തീരുമാനം മുജാഹിദീങ്ങളുടെ ആവേശത്തെ കുറെ കൂടി ഉച്ചസ്ഥായിയിലാക്കി. മുനാഫിക്കീങ്ങളുടെ ഹൃദയങ്ങളെയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിശ്ചയദാർഢ്യവും ഉറച്ച വിശ്വാസവും വിറകൊള്ളിക്കുന്നതുമായിരുന്നു. അതേസമയം ഇസ്ലാമിക സൈന്യം
തങ്ങളെ പിന്തുടരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ശത്രുക്കളുടെ ഉള്ളിൽ മിന്നിക്കൊണ്ടിരുന്ന ധൈര്യത്തിന്റെ ദീപവും അണയാൻ തുടങ്ങി. ഇത് ഒരു ചരിത്ര പുസ്തകത്തിൽ വന്നിട്ടുള്ള കുറിപ്പാണ്. മുനാഫിക്കങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യും കൂടെ പോകാൻ അനുമതി ചോദിക്കുകയുണ്ടായി. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി ഈ യുദ്ധത്തിൽ തനിക്കും പങ്കെടുക്കാൻ അനുമതിക്കായി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ അയാൾ ഉഹുദ് യുദ്ധത്തിൽ സ്വയം പിന്തിരിയുക മാത്രമല്ല, തൻ്റെ കൂടെ 300 പേരെയും കൂട്ടിയാണ് പിന്തിരിഞ്ഞു വന്നത്. അത്തരം നീക്കത്തിൽ അയാൾ തീർച്ചയായും ലജ്ജിതനായിരുന്നിരിക്കണം. ഒരുപക്ഷെ ഈ ഇളിംഭിതിയുടെ കറ മാച്ചു കളയാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി കൂടെ പോകാൻ അനുമതി ചോദിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകുകയുണ്ടായില്ല. കാരണം മുനാഫിക്കങ്ങളുടെ കാര്യം ഒന്നും തന്നെ പറയാൻ സാധ്യമല്ല. ചില സഹാബാക്കൾക്ക് ഉഹുദ് യുദ്ധത്തിൽ കാര്യമായ പരിക്ക് പറ്റിയിരുന്നു. എന്നിട്ടും അവരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന പാലിക്കാൻ കാണിച്ച മാതൃക എന്ന് വിവരിക്കുന്നുണ്ട്. സ്നേഹവും കൂറുമുള്ള ആത്മാർത്ഥരും ജീവത്യാഗ സന്നദ്ധരുമായ ഈ സഹാബാക്കൾ തങ്ങളുടെ ആയുധവുമേന്തി ഒരിക്കൽ കൂടി പുറപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആജ്ഞാപിച്ചതും അവർ ത്വരിതഗതിയിൽ പുറപ്പെട്ടു. ഹസ്രത്ത് ഉസൈദ് ബിൻ ഹുസൈറിന് 9 മുറിവുകൾ പറ്റിയിരുന്നു. അദ്ദേഹം അവയിൽ മരുന്ന് വയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് മുറിവുകളിൽ മരുന്ന് വയ്ക്കാൻ പോലും നിൽക്കാതെ പുറപ്പെടണമെന്ന കൽപ്പന അദ്ദേഹത്തിന്റെ ചെവിയിൽ പതിക്കുന്നത്. ബനൂ സൽമയിൽ 40 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. അത്തരം അവസ്ഥയിലും അവർ കൽപ്പന പാലിച്ചുകൊണ്ട് പുറപ്പെടുന്നത് കണ്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഇങ്ങനെ പൊറുക്കലിനെ തേടുകയുണ്ടായി. അല്ലാഹുമ്മർഹം ബനി സൽമ, അതായത് അല്ലാഹുവേ നീ ബനു സൽമയ്ക്ക് പുറത്തു കൊടുക്കണമേ. തുഫേൽ ബിൻ നോമാന് 13 പരിക്കുകളും ഖറാഷ് ബിൻ സിമ്മിക്ക് 10 പരിക്കുകളും കാബ് ബിൻ മാലിക്കിന് 10-ലധികം പരിക്കുകളും ഖത്തബ ബിൻ ആമിറിന് 9 പരിക്കുകളും പറ്റിയിരുന്നു. പക്ഷേ എന്നിട്ടും മുസ്ലിങ്ങൾ തങ്ങളുടെ ആയുധങ്ങൾ എടുക്കാൻ ധൃതിപ്പെട്ടു. തങ്ങളുടെ പരിക്കുകളിൽ മരുന്ന് വെച്ച് കെട്ടാൻ നിന്നില്ല. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളുടെ ഈ അനുപമമായ വികാരാവേശത്തെ തൻ്റെ കലാമിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ലോകം ഉള്ളിടത്തോളം കാലം അവർക്ക് മേൽ വിശ്വാസത്തിൻ്റെ പുഷ്പവൃഷ്ടിക്ക് അത് കാരണമാകുന്നതാണ്. അള്ളാഹു പറയുന്നു, അല്ലദീന സജാബു ലില്ലാഹി വറസൂൽ മിൻ ബാദി മാ അസാബഹുമുൽ ഖർഹു ലില്ലദീന മിൻ ബാദി മാ അസാബഹുർ റസൂൽ മിൻ ബാദി മാ അസാബഹുമുൽ ഖർഹു ലില്ലദീന അഹ്സനു മിൻഹും വത്തഖു അജ്റുൻ അസീം. തങ്ങൾക്ക് പരുക്ക് പറ്റിയ ശേഷവും അവർ അള്ളാഹുവിൻ്റെയും ദൂതൻ്റെയും വിളിക്ക് ഉത്തരം നൽകി. അവരിൽ നിന്ന് നന്മ പ്രവർത്തിക്കുകയും ഭയഭക്തി അവലംബിക്കുകയും ചെയ്തവർക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. ഹദ്രത്ത് ആയിഷ പറയുന്നു, ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖും ഹദ്രത്ത് സുബൈർ ബിൻ അവ്വാമുമാകുന്നു. ഹദ്രത്ത് ജാബിർ ബിൻ അബ്ദുല്ലാഹിന് കൂടെ പോകുന്നതിനുള്ള അനുമതിയെ സംബന്ധിച്ച പരാമർശത്തിൽ പറയുന്നു, ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രമേ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരപ്പെടുത്തുകയും അത് കർശനമായി പാലിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ സൗഭാഗ്യവാനായ ഒരു സഹാബിക്ക് ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നിട്ടും ഇതിൽ ഭാഗഭാക്കാകാൻ അനുമതി ലഭിക്കുകയുണ്ടായി. അത് ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള ആയിരുന്നു. ഇബ്നു ഇസാഖും ഇബ്നു ഉമറും വിവരിക്കുന്നു,
ജാബിർ ബിൻ അബ്ദുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ വിളംബരപ്പെടുത്തുന്ന ആൾ കഴിഞ്ഞ യുദ്ധത്തിൽ, അതായത് ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായിരുന്നവർ മാത്രം ഇപ്പോൾ കൂടെ വന്നാൽ മതിയെന്ന് വിളംബരപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ എൻ്റെ പിതാവ് 7 സഹോദരിമാരെ, ചില നിവേദനങ്ങളിൽ 9 സഹോദരിമാരെ എന്നും വന്നിട്ടുണ്ട്, വിട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോനെ, സ്ത്രീകളെ പുരുഷന്മാരില്ലാത്ത അവസ്ഥയിൽ വിട്ടുപോകുന്നത് നിനക്ക് ഉചിതമല്ല. എനിക്ക് അവരെക്കുറിച്ചുള്ള ആശങ്ക മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പമുള്ള ജിഹാദിൽ നിനക്ക് എന്നെക്കാളും മുൻഗണന നൽകാനും സാധ്യമല്ല. അതേസമയം എനിക്ക് സ്ത്രീകളെ തനിച്ചാക്കി പോകാനും കഴിയില്ല. ഞാൻ ജിഹാദിൽ ഭാഗഭാക്കാകാനും ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നു. നീ പോകരുത്. നീ സഹോദരിമാരുടെ അടുക്കൽ തന്നെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജിഹാദിൽ പോവുകയാണ്. എൻ്റെ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇന്നലെ എനിക്ക് യുദ്ധത്തിന് പോകാൻ കഴിഞ്ഞില്ല. അല്ലായിരുന്നുവെങ്കിൽ എനിക്കും നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഹദ്രത്ത് ജാബിറിന്റെ അനുരക്തിയും സ്നേഹമസൃണവുമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനും കൂടെ പോരാൻ അനുമതി നൽകുകയുണ്ടായി. അതേപ്പറ്റി അദ്ദേഹം അഭിമാന പുരസ്സരം ഇങ്ങനെ പറയുമായിരുന്നു, കഴിഞ്ഞ ദിവസത്തിലെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത എനിക്കല്ലാതെ മറ്റാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പോകാൻ അനുമതി ലഭിക്കുകയുണ്ടായില്ല. കഴിഞ്ഞ ദിവസം പങ്കെടുക്കാൻ പറ്റാതിരുന്ന പലരും കൂടെ പോകുന്നതിന് അനുമതി തേടിയെങ്കിലും നിരാകരിക്കുകയാണ് ചെയ്തത്. പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തും നെറ്റിത്തടത്തിലും പരിക്കുണ്ടായിരുന്നു. കൂടാതെ പല്ല് പൊട്ടുകയും കീഴ്ചുണ്ടിൽ ചില നിവേദനങ്ങൾ പ്രകാരം 2 ചുണ്ടിൻ്റെയും ഉൾഭാഗത്തും മുറിവ് പറ്റിയിരുന്നു. വലതുതോളിൽ ഇബ്നു കമിയയുടെ വാൾ പരിക്കേൽപ്പിച്ചിരുന്നു. 2 മുട്ടുകൾക്കും പരുക്ക് പറ്റിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തി അവിടെ 2 റക്അത്ത് നമസ്കരിച്ചു. ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുതിരയായ സുബക്കിനെ പള്ളിയങ്കണത്തിലേക്ക് വരുത്തിച്ചു. ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കൽ മാത്രമാണ് കുതിര ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമ്പോൾ പടച്ചട്ടയും പടത്തൊപ്പിയും ധരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ള കണ്ടുമുട്ടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, തൽഹ, നിങ്ങളുടെ ആയുധങ്ങൾ എവിടെ? തൽഹ പറഞ്ഞു, അടുത്തു തന്നെയുണ്ട്. അതും പറഞ്ഞ് അദ്ദേഹം വേഗം പോയി തൻ്റെ ആയുധങ്ങൾ എടുത്തു. വാസ്തവത്തിൽ ആ സമയത്ത് തൽഹയ്ക്ക് നെഞ്ചിൽ തന്നെ ഉഹദ് യുദ്ധവേളയിൽ 9 പരിക്കുകൾ പറ്റിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൊത്തം 70-ലധികം പരിക്കുകൾ ഉണ്ടായിരുന്നു. ഹദ്റത്ത് തൽഹ പറയുന്നു, ഞാൻ എൻ്റെ പരിക്കുകളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിക്കുകളെ പറ്റിയാണ് കൂടുതൽ ആശങ്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തെത്തി ചോദിച്ചു, നിങ്ങൾ ശത്രുക്കളെ എവിടെയാണ് കാണുന്നത്? അതായത് അബൂ സുഫിയാനും അയാളുടെ സൈന്യവും എവിടെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഞാൻ പറഞ്ഞു, താഴ്ഭാഗത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തന്നെയാണ് ഞാനും കരുതുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ, അതായത് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മേലിൽ ഇനി ഇങ്ങനെ ഇടപെടാൻ അവസരം കിട്ടുന്നതല്ല. അള്ളാഹു നമ്മുടെ കൈകളാൽ മക്ക വിജയം ഉണ്ടാക്കുന്നതാണ്. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമറിനോട് പറഞ്ഞു, അല്ലയോ ഇബ്നു ഖത്താബ്, ഇനി ഒരിക്കലും ഖുറൈശികൾക്ക് നമ്മളുമായി ഇങ്ങനെ ഇടപെടേണ്ടി വരുന്നതല്ല. നമ്മൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതാണ്. സാബിത്ത് ബിൻ സാലബ ഖസർജി ഹംറാഉൽ അസദ് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഴികാട്ടിയായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ സാബിത്ത് ബിൻ സഹാക്കാണ് വഴികാട്ടിയെന്നും വന്നിട്ടുണ്ട്. വിവരങ്ങൾ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
2 സഹാബാക്കളെ മുന്നിൽ അയച്ചിരുന്നു. അതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലം ഗോത്രത്തിന്റെ ശാഖ ബനു സഹമിലുള്ള സുഫിയാന്റെ 2 ആൺമക്കളായ സുലൈത്തിനെയും നോമാനെയും ജനങ്ങൾക്ക് വിവരം നൽകാൻ മുന്നിൽ അയച്ചിരുന്നു. മൂന്നാമതായി അസ്ലം ഗോത്രത്തിന്റെ തന്നെ ശാഖയായ ബനു ഉവൈറിലെ ഒരാളെ അവരോടൊപ്പം അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അവരിൽ 2 പേർ ഹംറാവുൽ അസദ് എന്ന സ്ഥലത്ത് ഖുറൈശികളെ കണ്ടുമുട്ടി. ഖുറൈശികൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഖുറൈശികൾ അവരെ കണ്ടപ്പോൾ അവരെ 2 പേരെയും വധിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും പുറപ്പെട്ട് ഹംറാവുൽ അസദിലെത്തി. അവിടെ തമ്പടിച്ചു. ആ 2 സഹാബാക്കളെയും ഖബറടക്കി. അവിടെ അവരുടെ മൃതദേഹങ്ങൾ കിടന്നിരുന്നു. അവർ 2 പേരും ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. 2 അൻസാരി സഹോദരങ്ങൾ പരിക്കേറ്റ അവസ്ഥയിലും കാൽനടയായി വന്നുകൊണ്ട് എങ്ങനെയായിരുന്നു ഈ യുദ്ധത്തിൽ അനുസരണത്തിന്റെ മാതൃക പ്രകടിപ്പിച്ചതെന്നും കാണാൻ കഴിയുന്നുണ്ട്. വിശദീകരണത്തിൽ പറയുന്നു: ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ സഹലും ഹദ്രത്ത് റാഫി ബിൻ സഹലും ബനു അബ്ദുൽ അഷ്അൽ ഗോത്രത്തിലുള്ളവരായിരുന്നു. അവർ ഉഹദ് യുദ്ധത്തിൽ നിന്ന് വളരെയേറെ പരുക്കുകളുമായാണ് മദീനയിലെത്തിയത്. ഹദ്രത്ത് അബ്ദുല്ലാക്കാണ് കൂടുതൽ പരുക്കുകൾ ഉണ്ടായിരുന്നത്. അവർ 2 സഹോദരന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംറായ അസദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കൽപ്പന നൽകിയെന്ന് കേട്ടപ്പോൾ, അള്ളാഹുവാണെ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും എന്ന് പറയുകയുണ്ടായി. അതായിരുന്നു അവരുടെ ഈമാൻ. തുടർന്ന് പറഞ്ഞു: അള്ളാഹുവാണെ, നമ്മുടെ പക്കൽ യാത്രാ സൗകര്യമൊന്നുമില്ല. നമുക്കെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നും അറിയില്ല. ഹദ്രത്ത് അബ്ദുള്ള പറഞ്ഞു: എൻ്റെ കൂടെ പോരൂ, നമുക്ക് കാൽനടയായി പോകാം. ഹദ്രത്ത് റാഫി പറഞ്ഞു: അള്ളാഹുവാണെ, പരുക്കുകൾ കാരണം എനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. അതായിരുന്നു അവസ്ഥ. അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു: നമുക്ക് മെല്ലെ മെല്ലെ നടക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് നീങ്ങാം. അങ്ങനെ അവർ തട്ടിയും വീണും നടക്കാൻ തുടങ്ങി. ഹദ്രത്ത് റാഫിന് എപ്പോഴെങ്കിലും ക്ഷീണം അനുഭവപ്പെട്ടാൽ ഹദ്രത്ത് അബ്ദുള്ള ഹദ്രത്ത് റാഫിനെ മുതുകിൽ ഏറ്റുമായിരുന്നു. ചിലപ്പോൾ കാൽനടയായി നീങ്ങിയിരുന്നു. അവർ 2 പേരും വാസ്തവത്തിൽ അവർ 2 പേർക്കും പരുക്ക് പറ്റിയിരുന്നു. പക്ഷെ അവരിൽ കൂടുതൽ മെച്ചമുള്ള ആൾ അധികം പരുക്ക് പറ്റിയ ആളെ മുതുകിൽ ചുമന്നിരുന്നു. ഏതായാലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് നടന്നുകൊണ്ടിരുന്നു. ക്ഷീണം കാരണം ചിലപ്പോൾ അനങ്ങാൻ തന്നെ പ്രയാസം അനുഭവപ്പെട്ട ഘട്ടവുമുണ്ട്. അങ്ങനെ ഇശാ സമയത്ത് അവർ 2 പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി. സഹാബാക്കൾ അപ്പോൾ തീ കത്തിക്കുകയായിരുന്നു. ആ സമയത്ത് അവർ തമ്പടിച്ചു കഴിഞ്ഞിരുന്നു. അവർ 2 പേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തിച്ചു. ആ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാവലിന് ഹദ്രത്ത് ഉബാദ ബിൻ ബഷറാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അവരെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു: എന്ത് കാര്യമാണ് നിങ്ങൾക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു കാരണമെന്ന് അവർ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ 2 പേർക്കും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു: നിങ്ങൾ 2 പേർക്കും ദീർഘായുസ് കിട്ടിയാൽ നിങ്ങൾക്ക് സവാരി ചെയ്യാൻ ഒട്ടകവും കുതിരയും കോവർകഴുതിയും കിട്ടുന്നത് നിങ്ങൾ കാണുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ തട്ടിയും വീണും നടന്നു വന്നതാണ്. എന്നാൽ ദീർഘായുസ് കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയതായി നിങ്ങൾ കാണുന്നതാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: പക്ഷേ അത് നിങ്ങൾ ഇന്ന് തട്ടിയും വീണും ചെയ്ത യാത്രയേക്കാൾ മേന്മയുള്ളതായിരിക്കില്ല. അതായത് നിങ്ങളുടെ ഈ യാത്രയുടെ പുണ്യം അന്നത്തെ ഏറ്റവും നല്ല അനുഗ്രഹത്തെക്കാളും മെച്ചമുള്ളതാണ്. ഈ സംഭവം ഫസാലയുടെ മക്കളായ അനസ്, മോനിസ് എന്നിവരുമായി ബന്ധപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു. ഒരുപക്ഷെ ഇത് ഈ 2 കൂട്ടരുമായും ബന്ധപ്പെട്ടതായിരിക്കാം. ഇനി മുസ്ലിങ്ങളുടെ പാഥേയത്തെയും ഹദ്രത്ത് സഅദ് ബിൻ ഉബാദ കാണിച്ച ദാനധർമ്മത്തെയും പറ്റിയും പരാമർശമുണ്ട്. ഇതിന് വിശദീകരണത്തിൽ പറയുന്നു: ഹംറാവുൽ അസദ് യുദ്ധത്തിൽ ഞങ്ങളുടെ പൊതുവായ ഭക്ഷണം ഈന്തപ്പഴമായിരുന്നു.
അതുതന്നെയാണ് കഴിച്ചിരുന്നത്. ഹദ്റത്ത് സഅദ് ബിൻ ഉബാദ 30 ഒട്ടകവും ഈന്തപ്പഴങ്ങളും കൊണ്ടുവന്നു. അത് ഞങ്ങൾക്ക് ഹംറാവുൽ അസദ് വരേക്കും ധാരാളമായിരുന്നു. നിവേദകൻ പറയുന്നു, അദ്ദേഹം കൊണ്ടുവന്ന ഒട്ടകങ്ങളെ ചില ദിവസം 2 എണ്ണത്തെ, ചിലപ്പോൾ 3 എണ്ണത്തെ വീതം അറുത്തിരുന്നു. ചില ദിവസങ്ങളിൽ ഒട്ടക ഇറച്ചിയോടൊപ്പം ഈന്തപ്പഴവും കഴിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യുദ്ധതന്ത്രം എന്തായിരുന്നു, എങ്ങനെയാണ് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരണത്തിൽ പറയുന്നു, ശത്രു ഹൃദയങ്ങളിൽ ഭയമുളവാക്കാൻ രാത്രി സമയത്ത് നിരവധി തീജ്വാലകൾ കത്തിക്കുമായിരുന്നു. അത് മുഖേന സൈനിക ബലം കൂടുതലാണെന്ന് കരുതി ശത്രു ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ സഹാബാക്കളോട് അവിടെ പരന്ന് വെവ്വേറെ തീജ്വാലകൾ കത്തിക്കാനും പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോരുത്തരും വെവ്വേറെ തീ കത്തിച്ചിരുന്നു. 500 സ്ഥലങ്ങളിൽ തീ കത്തിച്ചിരുന്നു. അത് ദൂരെ നിന്ന് തന്നെ കാണുകയും ചെയ്യാമായിരുന്നു. മുസ്ലിം സൈന്യത്തെയും തീയിനെയും സംബന്ധിച്ച ചർച്ച ദൂരസ്ഥലങ്ങളിൽ പോലും എത്തിയിരുന്നു. അത് മുഖേന അള്ളാഹു ശത്രുക്കളെ തളർത്തുകയും ചെയ്തു. ഒരു പരാമർശത്തിൽ മഅബദ് ഖസായിയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ഇയാൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തും പിന്നെ അബൂ സുഫിയാൻ അടുക്കലും പോയിരുന്നു. ഇസ്ലാമിക സൈന്യത്തെ സംബന്ധിച്ച് ഖുറൈശികളെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, മഅബദ് ബിൻ അബി മഅബദ് ഖസായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വന്ന് കാണുകയുണ്ടായി. അപ്പോൾ ഇയാൾ മുശ്രിക്കായിരുന്നു. ചില ചരിത്രകാരന്മാർ ആ സമയത്ത് ഇയാൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഭൂരിപക്ഷം പേരും അന്ന് ഇയാൾ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നില്ലെന്നും എന്നാൽ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നും പറയുന്നു. ബനു ഖസായയുടെ വിശ്വാസികളും മുശ്രിക്കീങ്ങളുമായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആത്മാർത്ഥത കാണിച്ചിരുന്നു. അവരിലെ മറ്റു ഗോത്രങ്ങളിലെ ആളുകളിൽ നിരവധി പേർ വിശ്വാസികളാകുകയും തങ്ങളുടെ ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് മറച്ചു വെക്കുന്നതല്ല എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വാഗ്ദാനവും ചെയ്തിരുന്നു. മഅബദ് പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്കും താങ്കളുടെ അനുചരന്മാർക്കും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നു. അള്ളാഹു താങ്കളുടെ സ്ഥാനം ഉയർത്തുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കുകയും ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ സഹാനുഭൂതി പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅബദിനോട് പറഞ്ഞു, നിങ്ങൾ അബൂ സുഫിയാനെ നിരാശപ്പെടുത്തുക. നിങ്ങൾ ആ വഴിക്ക് പോവുകയല്ലേ, അയാളെ അല്പം ഭയപ്പെടുത്തുക. എങ്ങനെയാണ് ഇയാൾ സ്വന്തം നിലയ്ക്ക് യുക്തിപൂർവ്വം നീങ്ങിയത്? പിന്നെ മഅബദ് അവിടെ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംറാവുൽ അസദിൽ തന്നെ തങ്ങി. അയാൾ റൗഹ എന്ന സ്ഥലത്ത് അബൂ സുഫിയാനെയും കൂട്ടരെയും കണ്ടുമുട്ടി. റൗഹ മദീനയിൽ നിന്ന് 40 മൈൽ അകലെയുള്ള സ്ഥലമാണ്. ആ സമയത്ത് ഖുറൈശി സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അവരിലെ ഉന്നതരും ശത്രുക്കളുമായവരെ കൊന്നിരിക്കുന്നു. വാസ്തവത്തിൽ അത് ശരിയല്ല. ഹദ്റത്ത് ഹംസയടക്കമുള്ള ഏതാനും ആളുകളുണ്ടായിരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിതം ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു തുടങ്ങി അറിയപ്പെടുന്ന ഡസൻ കണക്കിന് നേതാക്കന്മാർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉഹദ് യുദ്ധത്തിൽ സുരക്ഷിതരായിരുന്നു. പിന്നെ അയാൾ പറഞ്ഞു, ഞങ്ങൾ അവരെ മുച്ചൂട് നശിപ്പിക്കാതെ തിരിച്ചു വരുന്നതല്ല, ബാക്കിയുള്ളവരെ ഞങ്ങൾ തിരിച്ചുപോയി ആക്രമിക്കുന്നതും അവരെ സംബന്ധിച്ച് സ്വസ്ഥമാകുന്നതുമാണ്. അബൂ സുഫിയാൻ മഅബദിനെ കണ്ടപ്പോൾ പറഞ്ഞു, മഅബദാണ്, അയാളുടെ പക്കൽ വല്ല വാർത്തയും ഉണ്ടായിരിക്കും. അബൂ സുഫിയാൻ ചോദിച്ചു, മഅബദ്, പിന്നാലെയുള്ള വർത്തമാനം എന്താണ്? അയാൾ അബൂ സുഫിയാനെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘത്തെയും കണ്ടത് വലിയൊരു സൈന്യവുമായി നിങ്ങളെ പിന്തുടരാൻ തയ്യാറെടുക്കുന്നതാണ്. ഞാൻ ഇന്നേ വരെ ഇത്രയും വലിയൊരു സൈന്യത്തെ കണ്ടിട്ടില്ല. ഇന്നലെ പിന്നിലായി പോയ ഔസ് ഖദ്റജ് ഗോത്രക്കാരും അവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. അയാൾ സ്വന്തം നിലയ്ക്ക് കുറച്ച് കഥയും മെനയുകയാണ്. അവർ നിങ്ങളെ കണ്ട് പകരം ചോദിക്കുന്നതുവരെ പിന്തിരികയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുന്നു. അവർ തങ്ങളുടെ ഗോത്രം കാരണം ശക്തമായ ദേഷ്യത്തിലും
ആദ്യം പങ്കെടുക്കാൻ കഴിയാത്തതിൽ ലജ്ജിതരുമാണ്. നിങ്ങൾക്കെതിരിൽ അവർക്കുള്ളിലുള്ള അത്രയും കോപം ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, നിനക്ക് നാശം, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ നീ കുതിരകളുടെ നെറ്റി കാണാതെ ഇവിടെ നിന്നും തിരിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഇതും അവരുടെ ഒരു ഭാഷാ പ്രയോഗമാണ്. തിരിച്ചുപോക്ക് നാശത്തിൽ കലാശിക്കാതിരിക്കട്ടെ. അബൂ സുഫിയാൻ പറയുന്നു, ദൈവത്താണ്, ഞങ്ങൾ അവരെ വേരോടെ പിഴുതെറിയാൻ ഐകകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നു. മഹ്മൂദ് പറഞ്ഞു, ഞാൻ നിന്നെ വീണ്ടും ഈ കാര്യത്തിൽ നിന്ന് തടയുന്നു. ഞാൻ കണ്ട ഭയപ്പെടുത്തുന്ന രംഗം കവിതയായി പറയാൻ എന്നെ നിർബന്ധിതനാക്കുന്നു. അബൂ സുഫിയാൻ ചോദിച്ചു, അതെന്ത് കവിതയാണ്? മഹ്മൂദ് പറഞ്ഞു, कादत तहद्दा मिनल अस्वात राहिलती इस सालत अर्ज़ो बिलजुर्दिल अवाबील तर्दी बुस्दिन किरामिन ला तनाबिल इंदल लिकाए वलामिलिन मुआज़ील फजल तो अदमन अजुन्नुल अर्ज़ा में आलत लमसमा रईसन गैर मखदूल फ़कुल तो वैल ने हरबिन मिन लिकाएकुम इस तख्तमतिल बथाओ बिल जील इन्नी नज़ीरों लहल इस बसले ज़ाहिया लकुल्ल ज़ीन इरबतिन मिनहु व माकूल मिन जैश अहमद ला वखशिन तनाबिला वलैसा यूसफ़ो मा അൻസർതു ബിൽ ഖീൽ. അതായത് ഭൂമിയിൽ ഉന്നത ജനുസിൽപ്പെട്ട കുതിരകൾ കൂട്ടത്തോടെ നീങ്ങുമ്പോൾ അവയുടെ സീൽക്കാര ശബ്ദം കേട്ട് എൻ്റെ ഒട്ടകം പരിഭ്രമിച്ചു വീണുപോയേനെ. അവിടെ ഒരു കുതിരയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അയാൾ അതിശയോക്തി കലർത്തി പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടുപോയി. തുടർന്ന് പറയുന്നു, ആ കുതിരകൾ നല്ല സിംഹങ്ങളെപ്പോലെയുള്ള യോദ്ധാക്കളെ വഹിക്കുന്നു. അവർ കുറിയവരോ യുദ്ധത്തിൽ നിരായുധരോ കുതിരസവാരിയിൽ അജ്ഞരോ അല്ല. അതായത് യുദ്ധത്തിൽ നല്ല പ്രാവീണ്യമുള്ളവരും ആയുധമേന്തിയവരും കുതിരസവാരിയിൽ അഗ്രഗണ്യരുമാകുന്നു. അതുകൊണ്ട് വിവരം നൽകാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ്. ഭൂമി ആ കുതിരകൾക്ക് മുന്നിൽ കുനിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അവയിൽ മഹാനായ ഉന്നത നേതാവ് ഒറ്റയ്ക്കല്ല, അതായത് സൈന്യവ്യൂഹവുമായി മുന്നോട്ട് വരികയാണ്. ഞാൻ മനസ്സിൽ പറഞ്ഞു, അല്ലയോ സൈനികരെ, നിങ്ങളുമായുള്ള യുദ്ധത്തിൽ രണാങ്കണം സൈനികരുടെ ശബ്ദത്താൽ മുഖരിതമാകുമ്പോൾ ഇബ്നു ഹർബ് യുദ്ധപുത്രൻ, അതായത് അബൂ സുഫിയാന് നാശമായിരിക്കും. ഞാൻ ഖുറൈശികളിലെ ഓരോ ബുദ്ധിമാനോടും വിവേകമുള്ളവരോടും അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ മഹത്തായ സൈന്യത്തെ സംബന്ധിച്ച് തെര്യപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യം അരസന്മാരുടേതും കഴിവുകെട്ടവരുടേതുമല്ല. ഞാൻ മുന്നറിയിപ്പ് നൽകുന്ന സൈന്യത്തിൻ്റെ ഭീകരത വാക്കുകൾക്കതീതമാണ്. മഹ്മൂദിൻ്റെ ഈ അസ്വസ്ഥഭരിതമായ സംസാരവും അയാളുടെ കവിതയും സഫ്വാൻ ബിൻ ഉമയ്യയുടെ സംസാരവും അബൂ സുഫിയാന്റെയും കൂട്ടാളികളുടെയും ആവേശം ചോർത്തിക്കളഞ്ഞു. അവർക്ക് പരിഭ്രാന്തിയും ഭയവുമുണ്ടായി. എത്രയും വേഗം തൻ്റെ സൈന്യവുമായി മക്കയിലെത്തുന്നതാണ് ഗുണകരമെന്ന് അബൂ സുഫിയാന് മനസ്സിലായി. ഇത് സംബന്ധമായി ഒരു കുറിപ്പും റിസർച്ച് സെൽ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅബദിനോട് നിങ്ങൾ അബൂ സുഫിയാനെ നിരാശപ്പെടുത്തുക എന്ന് പറഞ്ഞതായി ചില ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ പലരും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ മഅബദിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കാം. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഒന്നും പറഞ്ഞിട്ടുണ്ടാകില്ല. അതിനാണ് സാധ്യത കൂടുതൽ. അയാൾ മുസ്ലിങ്ങളോട് സഹാനുഭൂതിയുള്ള ആളായതിനാൽ അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ തോന്നിച്ചതുകൊണ്ട് അയാൾ താൻ തന്നെ അബൂ സുഫിയാനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതായിരിക്കാം. ഏതായാലും ഇത് അവരുടെ കുറിപ്പാകുന്നു. പക്ഷേ മഅബദ് പറഞ്ഞതെല്ലാം അയാളുടെ സ്വന്തം ചിന്താഗതിയായിരുന്നു. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അയാളോട് തെറ്റായ വിവരണം നൽകാൻ നിർദ്ദേശിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ അയാൾ അവരെ ഭയപ്പെടുത്താൻ നടത്തിയ വിവരണത്തിൽ കാഫിർ ഭയപ്പെടുകയുണ്ടായി. മുശ്രിക്കീങ്ങളുടെ സൈന്യം മക്കയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അബൂ സുഫിയാന്റെ അടുത്തുകൂടെ അബ്ദുൽ ഖബസിന്റെ ഒരു സൈന്യം കടന്നു പോകാനിടയായി. അവരും വാസ്തവത്തിൽ അവിടെ തന്നെ തമ്പടിച്ചവരായിരുന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ പ്രൊപ്പഗണ്ട എന്ന നിലയ്ക്ക് മാത്രം ഒരു മാനസികാഘാതം ഏൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പ്രയോജനരഹിതമായ ഒരു ശ്രമമായിരുന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എൻ്റെ ഒരു സന്ദേശം എത്തിക്കുമോ? ഞാൻ നിങ്ങൾക്ക് ഉക്കാസ് മേളയിൽ അതിശക്തമായ ഒട്ടകങ്ങൾ നൽകുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ശരി. അബൂ സുഫിയാൻ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചുവെന്നും ബാക്കിയുള്ള ആളുകൾ വേരോടെ പിഴുതെറിയാൻ വരുന്നുണ്ടെന്നും ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടെന്നും അറിയിക്കുക. ഇത്രയും പറഞ്ഞ് അബൂ സുഫിയാൻ മക്കയിലേക്ക് പുറപ്പെട്ടു.
അബ്ദുൽ ഖൈസിന്റെ സംഘം ഹംറാവുൽ ഖൈസിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടി. അബൂ സുഫിയാനും സംഘവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുനല്ലാഹി നിഅ്മൽ വക്കീൽ. നമുക്ക് അല്ലാഹു മതിയായവനാകുന്നു, അവൻ എത്ര നല്ല സംരക്ഷകനാകുന്നു. ഏതായാലും കുറച്ചു ദിവസം ഹംറാവുൽ അസദിൽ തങ്ങിയ ശേഷം ഇസ്ലാമിക സൈന്യം തിരിച്ചു വരികയുണ്ടായി. കാരണം കാഫിര്യങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, മഅബദ് ഖസായിയുടെ വർത്തമാനം കേട്ടപ്പോൾ അബൂ സുഫിയാൻ മദീനയിലേക്ക് പോകാനുള്ള ഉദ്ദേശം ഒഴിവാക്കി മക്കയിലേക്ക് തിരിച്ചു. മഅബദ് ഒരാൾ മുഖേന അബൂ സുഫിയാൻ തിരിച്ചുപോയ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി. പിന്നെ മദീനയിലേക്ക് തിരിച്ച്. ബിലാദാരി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ 5 ദിവസം മദീനയ്ക്ക് പുറത്ത് കഴിച്ചു കൂട്ടുകയുണ്ടായി. ഒരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച മദീനയിലെത്തി 5 ദിവസം മദീനയ്ക്ക് പുറത്ത് താമസിക്കുകയുണ്ടായി. ഹദ്റത്ത് അബൂ ഉബൈദ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് മുആവിയ ബിൻ മുഗീറയെ ബന്ധനസ്ഥരാക്കിയിരുന്നു. മുആവിയ ബിൻ മുഗീറ അബ്ദുൽ മാലിക് ബിൻ മർവാന്റെ മാതാമഹനാണ്. മുആവിയയെ കൂടാതെ അബൂ ഉസ്സ ജഹ്മിയെയും ബന്ധനസ്ഥരാക്കിയിരുന്നു. മുആവിയ ബിൻ മുഗീറയെ സംബന്ധിച്ച് നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസയും ഹദ്റത്ത് അമ്മാർ ബിൻ യാസിറും മുആവിയയെ ഹംറാവുൽ അസദിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുആവിയ രഹസ്യമായി വന്ന് മദീനയിൽ താമസിച്ച് മദീനയിലെ വിവരങ്ങൾ ശത്രുക്കൾ കൊടുത്തുകൊണ്ടിരുന്നു. പിടിക്കപ്പെട്ടപ്പോൾ ഉസ്മാന്റെ അഭയത്തിൽ പോയി. ഹദ്റത്ത് ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അയാൾക്ക് വേണ്ടി അഭയം തേടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അഭയം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇയാൾ 3 ദിവസത്തിനകം ഇവിടെ നിന്ന് പോകേണ്ടതാണ്. 3 ദിവസത്തിന് ശേഷം കണ്ടാൽ വധിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇയാൾ 3 ദിവസത്തിന് ശേഷവും അവിടെ തന്നെ തങ്ങുകയുണ്ടായി, ഒളിച്ചു കഴിയുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസയോടും ഹദ്റത്ത് അമ്മാർ ബിൻ യാസിറിനോടും പറഞ്ഞു, അയാൾ ഇന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാകും. അങ്ങനെ അവർ അയാളെ അവിടെ കാണുകയും അയാളെ വധിക്കുകയും ചെയ്തു. തുടർന്ന് എഴുതുന്നു, ഇവിടെ ഹംറാവുൽ അസദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളുടെ കവിയായ അബൂ ഉസ്സയെ ബന്ധനസ്ഥരാക്കുകയുണ്ടായി. ഈ അബൂ ഉസ്സയെ തന്നെയാണ് ബദ്ർ യുദ്ധാവസരത്തിൽ മുസ്ലിങ്ങൾ ബന്ദിയാക്കിയത്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തൻ്റെ അന്തസ്സിനെയും പെൺമക്കളുടെ കാര്യവും പറഞ്ഞുകൊണ്ട്, അതായത് താൻ കുടുംബ ബാധ്യതയുള്ള ആളും പെൺമക്കൾക്ക് ആരും മേൽനോട്ടക്കാരൻ ഇല്ലാത്തതുമായതിനാൽ തന്നോട് കരുണ കാണിക്കണമെന്നും യാചിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ പെൺമക്കളുടെ കാരണം കൊണ്ട് ഫിദിയ വാങ്ങാതെ ഔദാര്യമെന്ന നിലയ്ക്ക് വിട്ടയക്കുകയും ചെയ്തു. അതോടൊപ്പം മേലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ യുദ്ധത്തിന് വരികയില്ലെന്നും സൈനിക നീക്കം നടത്തുകയില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ആരെയും ഇളക്കിവിടുകയില്ലെന്നും ശപഥം വാങ്ങിയിരുന്നു. പക്ഷേ അയാൾ തൻ്റെ ശപഥം ലംഘിച്ചുകൊണ്ട് ഉഹദ് യുദ്ധത്തിൽ ഖുറൈശികളോടൊപ്പം വരികയുണ്ടായി. അയാൾ ജനങ്ങൾക്ക് ആവേശം പകരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ യുദ്ധം ചെയ്യാൻ തൻ്റെ കവിതകൾ മുഖേന ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തവണ ഇയാൾ രക്ഷപ്പെടാൻ ഇടവരരുതെന്ന് ദുആ ചെയ്തിരുന്നു. അങ്ങനെ അയാൾ വീണ്ടും ബന്ദിയാക്കപ്പെട്ടു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഉഹദ് യുദ്ധത്തിന് ശേഷം മുശ്രിക്കീങ്ങൾ ഹംറാവുൽ അസദ് എന്ന സ്ഥലത്ത് തമ്പടിച്ചപ്പോൾ ഇയാളെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ അവിടെ ഉപേക്ഷിച്ച് പോവുകയുണ്ടായി. ഇയാൾ നേരം വെളുക്കുന്നതുവരെ അവിടെ തന്നെ അശ്രദ്ധനായി കിടന്നുറങ്ങി. അയാളെ ബന്ദിയാക്കിയത് ഹദ്റത്ത് ആസിം ബിൻ സാബിത്തായിരുന്നു. ഈ യുദ്ധത്തിൽ ഈ ഒരു മുശ്രിക്ക് മാത്രമാണ് ബന്ദിയാക്കപ്പെട്ടത്. മറ്റു നിവേദനത്തിൽ ബന്ദിയാക്കിയത് ഹദ്റത്ത് ഉമൈർ ബിൻ അബ്ദുള്ളയാണെന്ന് പറയുന്നു. ബന്ദിയാക്കപ്പെട്ട ശേഷം അബൂ ഉസ്സയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ ഹാജരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് കരുണ കാണിച്ചുകൊണ്ട് എൻ്റെ പെൺമക്കളെ ഓർത്ത് വിട്ടയച്ചാലും മേലിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതല്ലെന്ന് ശപഥം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണേ, ഇല്ല, ഇനി ഒരിക്കലും നിന്റെ മുഖം മക്കയിൽ കാണാൻ ഇടവരരുത്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഇനി ഒരിക്കലും നീ ഹജ്റുൽ അസ്വദിൻ്റെ അടുത്തിരുന്ന് ഞാൻ മുഹമ്മദിനെ വഞ്ചിച്ചു എന്ന് പറയാൻ ഇടവരരുത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സയ്യിദിനെ നോക്കി പറഞ്ഞു, ഇയാളെ വധിക്കുക. മറ്റൊരു നിവേദനത്തിൽ ആസിം ബിൻ സാബിത്തിനോടാണ് കൽപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വിശ്വാസി ഒരു മാളത്തിൽ നിന്ന് 2 തവണ ദംശിക്കപ്പെടുകയില്ല. ബാക്കി ഇൻഷാല്ല പിന്നീട് വിവരിക്കുന്നതാണ്. ലോകത്തിൻ്റെ അവസ്ഥകളെ ഓർത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാ അഹമ്മദികളെയും എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. ഇനി ഞാൻ ഒരു ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ഷഹീദായ ഫറാസ് അഹമ്മദ് താഹിറിൻ്റെതാണ്. ഈ സംഭവത്തെപ്പറ്റി എഴുതുന്നു: ഓസ്ട്രേലിയയിലെ സുപ്രസിദ്ധ പട്ടണമായ സിഡ്നിയിലെ പ്രദേശമായ ബൻഡായിലുള്ള ഷോപ്പിംഗ് സെൻ്ററിൽ ഒരു ഓസ്ട്രേലിയക്കാരൻ ഇദ്ദേഹത്തെ കത്തികൊണ്ട് ആക്രമിച്ച് ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം ഷോപ്പിംഗ് സെൻ്ററിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു പ്രായം. അവിവാഹിതനായിരുന്നു. ഈ അക്രമത്തിൽ 12 പേർക്ക് പരിക്കേൽക്കുകയും 6 പേർ കൊല്ലപ്പെടുകയുമുണ്ടായി. കൊല്ലപ്പെട്ടവരിൽ 5 പേർ സ്ത്രീകളാണ്. ഫറാസ് അഹമ്മദ് താഹിർ സാഹിബ് റബോവ നിവാസിയാണ്. 2018 പാകിസ്ഥാനിൽ നിന്ന് ശ്രീലങ്കയിലെത്തി 4 വർഷം അവിടെ താമസിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം UNHRC മുഖേന ഓസ്ട്രേലിയയിൽ എത്തി. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം തൻ്റെ സെക്യൂരിറ്റി ലൈസൻസ് ഉണ്ടാക്കിയത്. ഇദ്ദേഹം വഫാത്തായ ദിവസം ഷോപ്പിംഗ് സെൻ്ററിൽ ഇദ്ദേഹത്തിൻ്റെ പകൽ സമയത്തുള്ള ആദ്യത്തെ ഡ്യൂട്ടിയായിരുന്നു. രാത്രി ഡ്യൂട്ടി കൊടുത്തിരുന്നു, പക്ഷേ പകൽ സമയത്തുള്ള ആദ്യ ഡ്യൂട്ടിയായിരുന്നു. വിശദീകരണങ്ങൾ പ്രകാരം ഫറാസ് അഹമ്മദ് താഹിർ സാഹിബ് ജനങ്ങൾ അസ്വസ്ഥരായി നാലുപാടും ഓടുന്നത് കണ്ടപ്പോൾ ആക്രമിയെ തടയുന്നതിന് മുന്നോട്ട് കുതിച്ചു. അപ്പോൾ അക്രമി അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ ആക്രമണത്തിൽ മരണപ്പെട്ട ആദ്യത്തെ വ്യക്തി ഇദ്ദേഹമായിരുന്നു. മർഹൂമിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രപിതാമഹൻ മിയാ അഹമ്മദ് സാഹിബ് മുഖേനയാണ് ജമാഅത്ത് എത്തിയത്. അദ്ദേഹം ഷാപൂർ ജില്ലാ നിവാസിയായിരുന്നു. മർഹൂമിൻ്റെ പിതാമഹൻ സൂഫി അഹമ്മദ് യാർ സാഹിബിന് ഒരു നീണ്ടകാലമായി ജമാഅത്തി സേവനത്തിന് തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം പരേതിൻ്റെ പിതാവ് ബഷീർ അഹമ്മദ് സാഹിബ് 2005 മാതാവ് റളിയ ബേഗം 2014 വഫാത്തായി. പരേതിൻ്റെ സംതപ്ത കുടുംബത്തിൽ 3 സഹോദരന്മാരും 2 സഹോദരിമാരും പിതാമഹൻ സൂഫി അഹമ്മദ് യാർ സാഹിബുമുണ്ട്. അദ്ദേഹത്തെ പറ്റിയുള്ള വിവരണത്തിൽ പറയുന്നു: ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയും ന്യൂ സൗത്ത് വെയിൽസിലെ പ്രീമേയറും ഫറാസ് അഹമ്മദ് താഹിർ സാഹിബിൻ്റെ ധീരതയെയും ത്യാഗത്തെയും ശ്ലാഘിക്കുകയുണ്ടായി. അതുപോലെ ഓസ്ട്രേലിയയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സാഹിബും ഫറാസ് അഹമ്മദ് താഹിർ സാഹിബിൻ്റെ ധീരതയെയും ത്യാഗത്തെയും ശ്ലാഘിക്കുകയും ദുഃഖം രേഖപ്പെടുത്തുകയും എല്ലാത്തരം സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി. മർഹൂമിനെയും ഈ സംഭവത്തെയും പറ്റി 120-ലധികം വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. കൂടുതൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ജനാസയായിരുന്നു. അതിലവിടെയുള്ള പ്രീമേയർ സാഹിബും പ്രധാനമന്ത്രിയും മറ്റും വന്നിരുന്നു. അദ്ദേഹം അവിടെ വീണ്ടും പരേതിനെ ശ്ലാഘിക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ഫറാസ് അഹമ്മദ് സാഹിബിൻ്റെ ധീരതയെയും ത്യാഗത്തെയും വളരെ നല്ല നിലയിൽ വിവരിച്ചു കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ അദ്ദേഹത്തെ നാഷണൽ ഹീറോ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ത്യാഗം അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് മരണത്തെ ഭയന്നുകൊണ്ടല്ല വന്നതെന്നും മറിച്ച് അഹമ്മദികൾക്ക് മേൽ ചുമത്തുന്ന മതപരമായ വിലക്കുകൾ കാരണം പ്രയാസപ്പെടുത്തുന്നുകൊണ്ടാണ് രാജ്യം വിട്ടതെന്നും തെളിയിക്കുന്നു. അവിടെ അവർക്ക് അള്ളാഹുവിനെയും റസൂലിനെയും പേരുച്ചരിക്കുന്നത് പോലും വിലക്കപ്പെട്ടിരിക്കുകയാണ്. സദർ ഖുദ്ദാമുൽ അഹമ്മദിയ അദ്നാൻ ഖാദിർ സാഹിബ് പറയുന്നു: ഏപ്രിൽ 21 ഞായറാഴ്ച ഓസ്ട്രേലിയൻ സർക്കാർ വക ഒരു ഷോപ്പിംഗ് മാളിന് സമീപം പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഉദ്ദേശം ഈ സംഭവത്തിൽ ജീവൻ വെടിഞ്ഞവർക്ക് ആദരം അർപ്പിക്കുകയായിരുന്നു. ഈ പ്രോഗ്രാമിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി, ന്യൂ സൗത്ത് വെയിൽസ് പ്രീമേയർ, പ്രതിപക്ഷ നേതാവ്, പാർലമെൻറ്റ് അംഗങ്ങൾ, പ്രാദേശിക മറ്റ് കൗൺസിൽ മേയർമാർ, പോലീസ്, ആർമി, നേവി എന്നിവയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, നിരവധി മീഡിയ പ്രതിനിധികൾ, ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയ ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ജമാഅത്ത് അംഗങ്ങളെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുദസ്സിർ ബഷീർ പറയുന്നു: മർഹൂം കുട്ടിക്കാലം മുതൽ തന്നെ വളരെ കഠിനാധ്വാനിയും സുസ്മേരവതനും ധൈര്യശാലിയുമായിരുന്നു. മർഹൂമിന് 11 വയസ്സ് ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ പിതാവ് മരണപ്പെടുന്നത്. ഞങ്ങളുടെ മൂത്ത സഹോദരൻ മുസഫർ അഹമ്മദ് സാഹിബ് ഞങ്ങളെ പിതാവിനെ പോലെ സംരക്ഷിച്ചു. മർഹൂം തൻ്റെ പഠനത്തോടൊപ്പം സഹോദരൻ്റെ കച്ചവടത്തിലും സഹായിച്ചിരുന്നു. മർഹൂം കഠിനാധ്വാനിയും
തൻ്റെ സഹോദരി സഹോദരന്മാരെ നല്ലപോലെ സ്നേഹിക്കുന്ന ആളുമായിരുന്നു. സൗമ്യശീലനും സ്വഭാവത്തിൽ നർമ്മമുള്ള വ്യക്തിയുമായിരുന്നു. ഒരിക്കലും സഹോദരി സഹോദരന്മാരുടെ ഒരു കാര്യത്തിലും നീരസം പ്രകടിപ്പിച്ചിരുന്നില്ല. മർഹൂം ജമാഅത്തി ജോലികളിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന കാലത്തും പിന്നീട് ശ്രീലങ്കയിലും ആസ്ട്രേലിയയിലും ജമാഅത്തി ജോലികളും ഡ്യൂട്ടികളും നിർവഹിച്ചു പോന്നു. ഖിലാഫത്തിനോട് അഗൈതവുമായ ആത്മാർത്ഥ കൂറും സ്നേഹവും ഉണ്ടായിരുന്നു. നാഷണാലിറ്റി കിട്ടിയാൽ ആദ്യം ഖലീഫത്തുൽ മസീനെ കാണണമെന്നതായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ കനിഷ്ഠ സഹോദരൻ ഷിറാസ് അഹമ്മദ് പറയുന്നു, വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി തിലാവത്ത് ചെയ്തിരുന്നു. നമസ്കാരത്തിലും കൃത്യനിഷ്ഠത ഉണ്ടായിരുന്നു. മുറബി കാമ്രാൻ മുബഷിർ സാഹിബ് പറയുന്നു, ഞാൻ മർഹൂമിൽ കണ്ട ഒരു സവിശേഷത ജമാഅത്തിലെ പ്രായമായവരെയും മുറബിമാരെയും അദ്ദേഹം നല്ലപോലെ ആദരിച്ചിരുന്നു എന്നതാണ്. അവരെന്ത് നിർദ്ദേശം നൽകിയാലും നിരസിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കുറ്റങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും അതിൽ വിഷമിച്ചിരുന്നില്ല. മറിച്ച് വിനയപൂർവ്വം നിശബ്ദനായി അത് സ്വീകരിക്കുകയും തൻ്റെ തെറ്റ് സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അഹമ്മദ് ഇബ്രാഹിം പറയുന്നു, മർഹൂം ദീനിനോടും ഖിലാഫത്തിനോടും നിസ്സീമമായ സ്നേഹമുള്ള ആളായിരുന്നു. ജമാഅത്തി ഭാരവാഹികളെ ആദരിക്കുന്ന ആളും നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുന്ന വ്യക്തിയുമായിരുന്നു. എനിക്ക് അദ്ദേഹവുമായി ഒരു സാഹോദര്യ സൗഹൃദബന്ധമായിരുന്നു. എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ശകാരിച്ചാൽ തല താഴ്ത്തി കേൾക്കുകയും മേലിൽ പരാതിക്ക് ഇടം തരില്ല എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. വളരെ സുസ്മേരവദനും സ്നേഹമുള്ള ആളുമായിരുന്നു. ബർസമൻ സദർ ജമാഅത്ത് പറയുന്നു, കഴിഞ്ഞ മാർച്ചിൽ ഒരാഴ്ചത്തേക്ക് അദ്ദേഹം ബർസമനിൽ വന്നിരുന്നു. തൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാൻ വന്നുവെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം പറഞ്ഞു, ആരുടെയെങ്കിലും മനസ്സിൽ എന്നെപ്പറ്റി വല്ല നീരസവും പരാതിയും ഉണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കാനും സുൽഹ് ആകാൻ കൂടിയുമാണ് വന്നത്. എല്ലാവരോടും കൂടെ കൂടെ മാപ്പ് ചോദിച്ചു കൊണ്ടിരുന്നു. എല്ലാവരോടും ഖുദാ ഹാഫിസ്, അതായത് യാത്ര പറയാൻ വന്നതുപോലെയാണ് തോന്നിയത്. മറ്റൊരു സുഹൃത്ത് ഷജർ അഹമ്മദ് പറയുന്നു, അദ്ദേഹം അധ്വാനിയും ധൈര്യശാലിയും ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പരിക്കേറ്റ ഒരു സെക്യൂരിറ്റി ഗാർഡ് പറയുന്നു, അക്രമി ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നതും ജനങ്ങൾ അത് കണ്ട് ഓടാൻ തുടങ്ങി. മർഹൂം ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അയാളെ തടുക്കാൻ ശ്രമിച്ചു. അയാളുടെ മുന്നിൽ പോയി നിന്നു. മറ്റുള്ളവരെയും സംരക്ഷിച്ചുകൊണ്ട് തൻ്റെ ജീവൻ വെടിയുകയും ചെയ്തു. സോഷ്യൽ മീഡിയയും ഫറാസ് താഹിർ സാഹിബിനെ ശ്ലാഘിക്കുന്നു. ക്രിസ് മർഫി എന്ന ഒരാൾ തൻ്റെ കമൻറ്റിൽ എഴുതുന്നു, അക്രമം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ വളരെ നല്ല വസ്ത്രധാരിയായ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കണ്ടു. അദ്ദേഹം ഷോപ്പിംഗ് സെൻറ്ററിൽ തൻ്റെ ഡ്യൂട്ടിയിലായിരുന്നു. അദ്ദേഹം ഒരു ഹീറോ ആകുന്നു. അദ്ദേഹം ജനങ്ങളുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് തൻ്റെ ജീവൻ വെടിയുകയുണ്ടായി. റബീക്ക ഐബ്രസ് എന്ന ഒരു മഹിള എഴുതുന്നു, ഫറാസ് താഹിർ തൻ്റെ നാട്ടിലെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടിയും സമാധാനപൂർണമായ ഭാവിക്ക് വേണ്ടിയുമാണ് ആസ്ട്രേലിയയിൽ വന്നത്. അദ്ദേഹം തൻ്റെ സമുദായത്തിൽ സുസമ്മതനായിരുന്നു. അദ്ദേഹം പൊതുജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവൻ ത്യജിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും സമുദായത്തോടും അനുശോചനം അറിയിക്കുന്നു. ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ജനങ്ങളുടെ നിരവധി കമൻറ്റുകൾ ഷോപ്പിംഗ് മാളിൽ ഉണ്ടായിരുന്നവരും വാർത്ത വായിച്ചവരും എഴുതിയിട്ടുണ്ട്. ജാമിയ അഹമ്മദിയ റബോയിലെ വിദ്യാർത്ഥി ഹുസൂർ അഹമ്മദ് പറയുന്നു, ഫറാസ് താഹിർ എൻ്റെ മൂത്താപ്പയുടെ മകനാണ്. നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു. 5 നേര നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ള ആളും മറ്റുള്ളവരെ അതിനുവേണ്ടി ഉപദേശിക്കുന്ന ആളും എപ്പോഴും സുസ്മേര വദനുമായിരുന്നു. എന്നെ സ്വന്തം ഇളയ സഹോദരനെ പോലെയാണ് കണ്ടിരുന്നത്. എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി തരുമായിരുന്നു. എപ്പോഴും ദുആക്ക് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം എന്നും പറഞ്ഞിരുന്നു. ഷഹാദത്ത് ഉണ്ടായ ദിവസം അദ്ദേഹം വിളിച്ചിരുന്നു. അപ്പോൾ ആസ്ട്രേലിയയിൽ രാവിലെ 4 മണിയായിരുന്നു. അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ പറഞ്ഞു, ഇപ്പോൾ രാവിലെ 4 മണി ആയിട്ടേ ഉള്ളൂ, ജോലിക്ക് പോകേണ്ടതല്ലേ, ഉറങ്ങിക്കൊള്ളുക. ഞാൻ താജ് നമസ്കരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഫജർ നമസ്കരിച്ച് ജോലിക്ക് പോകുന്നതാണ്, ഉറങ്ങാൻ നേരമില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് ആദ്യമായാണ് പകൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നത്. പറയുന്നു, ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ 3ാമത്തെ ഷഹീദാണ്.
ആദ്യം എൻ്റെ എളാപ്പ കറാച്ചി ഔറംഗി ടൗണിലുള്ള മുഹമ്മദ് നവാസ് സാഹിബ് 2012 സെപ്റ്റംബർ 11 ഷഹീദായി. പിന്നെ കറാച്ചി ഔറംഗ് ടൗണിൽ തന്നെയുള്ള എൻ്റെ മാതുലൻ ഇജാസ് അഹമ്മദ് സാഹിബ് 2013 സെപ്റ്റംബർ 4 ഷഹീദായി. ഇപ്പോൾ ഫറാസ് അഹമ്മദ് സാഹിബും ഷഹീദായിരിക്കുന്നു. ഞാൻ പറഞ്ഞു തന്നതുപോലെ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ മരണത്തെ ഭയന്നുകൊണ്ടല്ല നാടുവിട്ടത്, മറിച്ച് മതപരമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് വന്നത്. അള്ളാഹു മർഹൂമിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. സന്തപ്ത കുടുംബത്തിന് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.